ഞാനിന്ന് നിങ്ങളോട് എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു മോഹത്തെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അവിടെ വരുന്ന എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും സ്കൂളുകളിലൊക്കെ വരുന്ന നാടകങ്ങളൊന്നും ഞങ്ങൾ മിസ് ചെയ്യില്ല. ഞങ്ങളെ തൊട്ട് ചേർന്നിട്ടുള്ള അമ്പലം തൃക്കയിൽ ക്ഷേത്രം. അപ്പോൾ അവിടെ 3 ദിവസത്തെ ഉത്സവമാണ്. ഫസ്റ്റ് ദിവസം കഥാപ്രസംഗം, രണ്ടാമത് നാടകം, മൂന്നാമത് ബാലെ. അപ്പോൾ ഈ 3 ദിവസവും ഞങ്ങൾ പോകും. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ഞങ്ങൾ മക്കൾ, പിന്നെ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ പോകട്ടോ. അങ്ങനെ പൂരപ്പറമ്പെന്ന് ഉത്സവപ്പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണല് വാരിയിട്ട താഴത്ത് പോലെ ജനങ്ങളായിരിക്കും. അന്നെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു റേഡിയോ ഉണ്ട്. ഈ റേഡിയോ ഒക്കെ അമ്മ കൊണ്ടുപോകും. കാരണം വീട് അത്ര സേഫല്ല. ഓല മറിയും, ഓല കൊണ്ട് മേഞ്ഞൊക്കെ വീടാകുമ്പോൾ ആരെങ്കിലും വന്ന് അമ്മയുടെ ഈ റേഡിയോ എടുത്തുകൊണ്ട് പോയെന്ന് വെച്ചിട്ട് ഈ റേഡിയോ അമ്മ കൈ പിടിക്കും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചൂട്ടും കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ പോണത്. ചൂട്ട് എവിടെയെങ്കിലും വഴിയരികത്ത് എവിടെയെങ്കിലും വെക്കുള്ളൂ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അത് നോക്കിയെടുത്ത് കത്തിച്ച് ചിലപ്പോൾ 2 കെട്ടുണ്ടാവും, ഒരു കെട്ട് കണ്ട് വീടത്തില്ല. അങ്ങനെ ഒക്കെ ആയിരുന്നു അന്നത്തെ കാലട്ടോ. അപ്പോൾ ഒരു വർഷം ആ അമ്പലത്തിൽ ഒരു നാടകം ഉണ്ടാവും. അപ്പോൾ കഥാപ്രസംഗം, സാംബശിവൻ്റെ കഥാപ്രസംഗമൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. കഥാപ്രസംഗം ഉണ്ടാവും, നാടകം ഉണ്ടാവും, ബാല ഉണ്ടാവും. ബാല എന്ന് പറഞ്ഞാൽ ഭൂത്താട്ടുകുളംകാരുടെ ബാല എന്ന് പറഞ്ഞാൽ അടിപൊളി ബാലയാണ്. പാലാട്ട് കോമൻ, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ കുറേ ബാലകൾ. എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാം അവരുടെ ബാല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പള്ളിക്കമുറി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വരും. പള്ളിയിൽ വരുന്നത് പള്ളിയിൽ നാടകങ്ങളൊന്നും വരില്ല. അവരുടെ കലാപരിപാടി ഉണ്ടാവും. ആ പള്ളി വക ഇടവകയിലുള്ള ആളുകളുടെ കലാപരിപാടി. ആ പള്ളിയിൽ നാടകം വരില്ല. പിന്നെ നാടകം കാണുന്നത് മുഴുവൻ ഞങ്ങളുടെ സ്കൂളിൽ വലിയ സ്റ്റേജ്, വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ നാടകങ്ങൾ അവിടെ അടുത്തൊരു കോളേജുണ്ട്, പാരൽ കോളേജ്. അവരുടെ നാടകം, അങ്ങനെ എന്തെങ്കിലും പരിപാടി വന്നാൽ അതൊക്കെ വെക്കുന്നത് ഈ സ്റ്റേജിലാണ്, ഞങ്ങളുടെ സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെയും നാടകങ്ങൾ കാണാൻ ഒരുപാട് അവസരങ്ങൾ. പിന്നെ പന്നൂർ അമ്പലത്തിൽ ഇത് മറ്റേ കാട്ടുകുതിര, ഈ നാടകമൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ തിലകൻ സാറിനെയൊക്കെ നേരിട്ട് ചെറുപ്പത്തിൽ തന്നെ കാണാനുള്ള ഒരു ഇടം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നാടകത്തിൻ്റെ ഫസ്റ്റ് സീൻ ബാലെ അതൊന്നും നമുക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നാടകത്തിൻ്റെ കർട്ടനൊക്കെ ഇങ്ങനെ താഴ്ന്നു നടക്കുമ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 3 ബെല്ലുകളോട് കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ബെല്ലും ഇങ്ങനെ കാത്തിരിക്കുക. ഈ 3ാമത്തെ ബെല്ല് വരുന്ന സമയത്ത് കർട്ടൻ പതുക്കെ വരും. അപ്പോൾ ഈ കർട്ടൻ ഉയർന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് സ്റ്റേജിൽ എന്താ നടക്കണമെന്ന് കാണാൻ പറ്റും. ഒരു സൂര്യോദയം, കിളികളുടെ കളകള, പൂജനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ അമ്പലങ്ങളിൽ നിന്ന് വരുന്ന കൗസല്യ അതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിലേക്കൊരു പ്രഭാതം അവർ രൂപവൽക്കരിക്കുകയാണ്. അങ്ങനെ കർട്ടൻ പതിയെ പൊങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടി പാവാടയും ബ്ലൗസൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ധാവണി കൊടുത്തിട്ട് നല്ല മുടിക്ക് ഇങ്ങനെ അഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിലവിളക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു സീൻ. അത് ഞാൻ മിക്ക നാടകങ്ങളിലും അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ആ പ്രായത്തിലൊക്കെ ഒരു 16-17 വയസ്സ്, 13, 14, 15, 16, 17 ആ പ്രായത്തിലൊക്കെ ഉള്ള കാര്യമായിട്ടോ പറയുന്നത്. കുറേ മുടി ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ഉണ്ടപ്പത്തി പെണ്ണായിരുന്നു. അപ്പോൾ എന്നിൽ മുട്ടിട്ട ഒരു മോഹമാണത്. അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ളത്, അങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര, ചുമ്മാ വെറുതെ എന്ത് നമുക്ക് മോഹിക്കാമല്ലോ.
അന്നത്തെ ആ പ്രായത്തിൽ എന്താ പറയുക, പ്രായത്തിൻ്റെ ചാബല്യം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മോഹം അതിപ്പോഴും ഞാൻ വിചാരിക്കും, ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ആ പ്രായത്തിലുള്ള ആ മോഹം. ഞാനത് സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പോയിട്ട് ഇവരുടെ അണിയറ പ്രവർത്തകരോട് സംസാരിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഒന്നും പറ്റില്ലല്ലോ, പേടിയല്ലേ. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എന്തും ഉള്ളിൽ ഒതുക്കി, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സുഖമായിട്ടും സംസാരിക്കാം. പക്ഷെ അന്ന് അങ്ങനെയൊന്നും പറ്റില്ല, പേടിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു മോഹം എന്നിൽ അങ്ങനെ കിടക്കണ്ടായിരുന്നു. അഭിനയിക്കണം എന്നുള്ളത് സിനിമയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ നിലവിളക്കും പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു വരവ് അതെൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. ഇപ്പോൾ ഈ യൂട്യൂബിൽ കൂടി ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നിൽ അന്ന് അങ്ങനെ മറഞ്ഞു കിടന്നിരുന്ന ഒരു മോഹം ഇന്നിപ്പം ഞാൻ ആരും കാണാതെ ആയാലും വീഡിയോയിലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാണും. എങ്കിലും ഞാൻ ആ ചെയ്യുന്നത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരാം കേട്ടോ.